ജോൺസേട്ടാ, ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയില് CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുകയുണ്ടായി. അതില് വൻ ജനപങ്കാളിത്തവും നല്ല രീതിയിൽ തന്നെ പരിപാടി നടന്നു. അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ നിയമസഭ ഇലക്ഷൻ നടക്കുമ്പോ അവിടെ എന്തായിരിക്കും ഒരു സാധ്യത? സത്യത്തില് കേരളത്തിലെ എല്ലാ ജില്ലകളെ പോലെ തന്നെ CPM-ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് എറണാകുളം. CPM-ന്റെ എറണാകുളത്തെ സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തി വെച്ചിട്ട് അവിടെ 5 മണ്ഡലങ്ങൾ പിടിക്കാനുള്ള പൊസിഷൻ ഓൾറെഡി ഉണ്ട്, റണ്ണിങ് കണ്ടീഷനിലുണ്ട്. അതിൽ നമുക്ക് വൈപ്പിൻ 50,000 വോട്ട് LDF-നുണ്ട്, UDF-ന് 53,000 വോട്ടുണ്ട്. കൊച്ചിയിൽ LDF-ന് 49,000 വോട്ട്, UDF-ന് 49,000 വോട്ട്. തൃപ്പൂണിത്തുറ LDF-ന് 60,000 വോട്ട്, UDF-ന് 62,000 വോട്ട്. കുന്നത്ത് നാട്ടിൽ LDF-ന് 56,000 വോട്ട്, UDF-ന് 61,000 വോട്ട്. കോതമംഗലത്ത് LDF-ന് 60,000 വോട്ട്, UDF-ന് 59,000 വോട്ട്. അപ്പോൾ നമുക്ക് പെരുമ്പാവൂര്, പിറവം, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂര്, എറണാകുളം, തൃക്കാക്കര, മൂവാറ്റുപുഴ, ഈ 9 മണ്ഡലങ്ങൾ ശരിക്കും പറഞ്ഞാൽ UDF-ന് LDF-നേക്കാളും അടിസ്ഥാന വോട്ട് കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഒരു പക്ഷേ എന്താ പറയുക, LDF-ന് കാര്യമായിട്ട് വിജയസാധ്യത നമ്മൾ കാണുന്നില്ല. ഇപ്പം നമ്മൾ അങ്കമാലിയിൽ 54,000 വോട്ട്, UDF-ന് 69,000 വോട്ട്. ആലുവയിൽ LDF-ന് 53,000 വോട്ട്, UDF-ന് 70,000 വോട്ട്. കളമശ്ശേരി മണ്ഡലത്തിൽ LDF-ന് 53,000 വോട്ട്, UDF-ന് 66,000 വോട്ട്. പറവൂർ മണ്ഡലത്തിൽ LDF-ന് 60,000 വോട്ട്, UDF-ന് 73,000 വോട്ട്. എറണാകുളം മണ്ഡലത്തിൽ LDF-ന് 33,000 വോട്ട്, UDF-ന് 49,000 വോട്ട്. തൃക്കാക്കര മണ്ഡലത്തിൽ LDF-ന് 45,000 വോട്ട്, UDF-ന് 60,000 വോട്ട്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ LDF-ന് 54,000 വോട്ട്, UDF-ന് 65,000 വോട്ട്. പിറവം മണ്ഡലത്തിൽ LDF-ന് 63,000 വോട്ട്, UDF-ന് 74,000 വോട്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ UDF-ന് അടിസ്ഥാന വോട്ടിൻ്റെ ഘടന വെച്ചിട്ട് UDF-ന് ആധിപത്യമുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ ഒരു 5 മണ്ഡലം, അതിൽ കോതമംഗലം, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, കൊച്ചി, വൈപ്പിൻ, ഈ 5 മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF-ന് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന്. അപ്പോൾ അവർ ഈ സംഘടനാശേഷി, സംഘടനാബലം വെച്ചിട്ട് എറണാകുളത്ത് 14 മണ്ഡലങ്ങളിൽ ഒരു 9 മണ്ഡലങ്ങളിൽ ഉറപ്പായിട്ട് UDF ജയിക്കുകയും 5 മണ്ഡലങ്ങൾ ശക്തമായ മത്സരം നടക്കുകയും ആ മത്സരത്തിൽ ഒരു പക്ഷേ ഈ വോട്ടിൻ്റെ UDF-ന് 50% വോട്ടുള്ളൊരു ജില്ല ആയതുകൊണ്ട് മൊത്തം ജനങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ UDF-ന് തന്നെ 14 മണ്ഡലങ്ങൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുകയും LDF-ന്റെ സംഘടനാശേഷി വെച്ച് പരമാവധി ആളുകൾ അവരുടെ വോട്ടുകൾ പോൾ ചെയ്യുകയും UDF-ന്റെ വോട്ടുകൾ എത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു 5 മണ്ഡലം വരെ LDF-ന് പിടിച്ചെടുക്കാൻ സാധിക്കും എറണാകുളം ജില്ലയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ.